കഴിഞ്ഞൊരു വീഡിയോയിൽ മീഷോയിൽ നിന്ന് ഡാർക്ക് ഗ്രീൻ ചോക്കർ ഓർഡർ ചെയ്യുന്നതിന് പകരം ഒരു ബ്ലാക്ക് ചോക്കർ ഞാൻ ഓർഡർ ചെയ്തു. അത് സെല്ലർ അതിനകത്ത് കളർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം അതിന്റെ സ്റ്റോൺ വർക്കിന്റെ ചുറ്റും ഉണ്ടായിരുന്ന കളർ ഗ്രീൻ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മൾ ബ്ലാക്ക് എന്നേ തെറ്റിദ്ധരിക്കുള്ളൂ. അങ്ങനെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. മാത്രമല്ല ചോക്കറിൽ ഡാമേജും ഉണ്ടായിരുന്നു, ഒരു സ്റ്റോൺ മിസ്സിംഗ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വ്യൂവേഴ്സ് പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഡാമേജ് ഇല്ലെങ്കിലും ഞാനത് റിട്ടേൺ ചെയ്തേനെ. സെല്ലർ കളർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റൂലായിരുന്നു. ഞാൻ സാധനം അതേപോലെ പാക്ക് ചെയ്ത് റിട്ടേൺ ചെയ്തു. അപ്പൊ ഇതിനെതിരെ കുറെ ആളുകൾ വന്നിട്ട് നെഗറ്റീവ് കമന്റുമായിട്ട് പറയുമായിരുന്നു സെല്ലറിന് നഷ്ടമാണ്, ഭയങ്കര നെഗറ്റീവ്സ് ആയിരുന്നു. ഞാൻ ആ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് ആരുടെ മിസ്റ്റേക്ക് കൊണ്ടായാലും നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ കൈ കിട്ടുന്നതെങ്കിൽ അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമ്മൾ ഷോപ്പിൽ ഡയറക്റ്റ് പോയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് നമ്മളത് റിട്ടേൺ ചെയ്യാറില്ലേ? എന്നിട്ട് റീപ്ലേസ് ചെയ്ത് വേറെ സാധനം വാങ്ങിക്കാറില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്ട്രാ എക്സ്പെൻസ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയല്ലേ പോകുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ആകുമ്പോൾ അത് സെല്ലറുടെ സൈഡിൽ നിന്ന്. ഇതുപോലുള്ള പല റീസൺസ് കാരണം കസ്റ്റമർ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല ചിലപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ പോളിസിയും റീപ്ലേസ്മെന്റ് പോളിസിയും എല്ലാ ഇ കൊമേഴ്സ് സൈറ്റിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്ത ഗ്രീൻ കളർ ചോക്കറാണിത്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റോൺ മിസ്സിംഗ് ആയിരുന്നു, പക്ഷേ അതിന്റെ പാക്കറ്റ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ ഒട്ടിച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കീപ്പ് ചെയ്യണം. ആർക്കെങ്കിലും കോഡ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്